ക്രിസ്ത്യാനോസ് വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതാ രാവിലെ തന്നെ ഇഡ്ഡലി ഉണ്ടാക്കാനുള്ള ഒരു പരിപാടിയിലായിരുന്നു കേട്ടോ. ഇന്ന് സൺഡേ ആയതുകൊണ്ട് വളരെ നേരം വൈകിയാണ് എഴുന്നേൽക്കുന്നത്. അപ്പോൾ ദോശ ഇങ്ങനെ ചൂടോടെ ചുട്ടിട്ട് നിൽക്കാനുള്ള സമയമോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ആ ഇഡ്ഡലി ഉണ്ടാക്കുന്ന നേരം കൊണ്ട് മിക്സിയുടെ ജാറിലേക്ക് ഒരു ചമ്മന്തി തട്ടിക്കൂട്ടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാം കൂട്ടി അരച്ചെടുത്തു. ചമ്മന്തിയിലേക്കുള്ള താളിപ്പ് തയ്യാറാക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ തീ കൂടിയായിരുന്നു ഇരുന്നേച്ചത്. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായതിലോട്ട് ഞാൻ ഈ കറിവേപ്പിനും ഉണക്കമുളകൊക്കെ കൂടി ഇട്ടപ്പോഴത്തേനും തീ ആളി കത്തിയ പോലെ ആയിട്ടോ. അത് വെളിച്ചെണ്ണ നമ്മുടെ ഗ്യാസിൽ തീയുമായിട്ട് ചേരുമ്പോൾ ഉള്ള ആ ഒരു ഇതാണ്. പേടിക്കാനൊന്നുമില്ല, പക്ഷെ ഞാൻ നന്നായിട്ട് പേടിച്ചു പോയിട്ടോ. എല്ലാം കഴിഞ്ഞപ്പോഴത്തേനാണ് അത് മനസ്സിലായത്. ഇതുപോലെ ഒരു തവണ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ താളിച്ചൊഴിക്കുന്ന ഒരു പാത്രം ഞാൻ പുതിയത് വാങ്ങിയതായിരുന്നു കേട്ടോ. എപ്പോഴും താളിച്ചൊഴിക്കാനായിട്ട് ചീനച്ചട്ടിയിലൊക്കെ ഇങ്ങനെ എടുത്തിട്ട് പിന്നെ താളിച്ചൊഴിക്കാൻ നമ്മൾ തുണിയൊക്കെ പിടിച്ചിട്ട് പിന്നെ പിടിക്കേണ്ടി വരുമല്ലോ ചീനച്ചട്ടിയിൽ, എന്നാലേ ചീനച്ചട്ടി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഏട്ടൻ പിടിയുള്ള ഈ ഒരു പാത്രം കൂടെ വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ വാങ്ങി ഷാനൂട്ടൻ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. എഴുന്നേറ്റ് വന്നപാടെ ഞാൻ കാടമുട്ടയൊക്കെ പുഴുങ്ങി കൊടുത്തു കേട്ടോ. ഇപ്പോൾ 9:10 ഞങ്ങളിതാ ചായ കുടിക്കാൻ പോകുന്നേ ഉള്ളൂ. 8 മണിയായി എഴുന്നേറ്റ് വന്നപ്പോൾ കേട്ടോ. സാധാരണ സൺഡേ സംബന്ധിച്ച് അതൊരു നേരത്തെയാണ് ഞങ്ങൾ സംബന്ധിച്ച്. സാധാരണ ഞങ്ങൾ സൺഡേ ആണെങ്കിൽ 9 മണിയൊക്കെ ആവും എഴുന്നേറ്റ് വരാൻ. അമ്പലത്തിൽ പോകാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ചില സൺഡേസ് ഞങ്ങൾ അമ്പലത്തിൽ പോകും. അപ്പോൾ നേരത്തെയൊക്കെ എഴുന്നേറ്റ് കുളിച്ച് അമ്പലത്തിലൊക്കെ പോകാറുണ്ട്. അമ്പലത്തിൽ പോവാത്ത ദിവസം മടി പിടിച്ച് നല്ലോണം കിടന്നുറങ്ങുന്ന ദിവസമാണ് ഞങ്ങളുടെ സൺഡേ. അങ്ങനെ ഞങ്ങൾ ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേനും എൻ്റെ അച്ഛൻ വന്നു കേട്ടോ. ഞങ്ങൾ ഇന്നലെ രാത്രി ശനിയാഴ്ച കടയിൽ പോയപ്പോഴേക്കും ആ കടക്കാരൻ, എൻ്റെ വീടിൻ്റെ അടുത്തുള്ള കടയാണ്, അപ്പോൾ ആ കടക്കാരൻ മോരും വാങ്ങിയിട്ടുണ്ടായിരുന്നു, പിന്നെ ഉണക്കമുളകും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അയാൾ അത് രണ്ടും വെക്കാൻ മറന്നുപോയി കേട്ടോ. ബാക്കി കുറേ സാധനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ശ്രദ്ധിക്കുകയുമില്ല. വീട്ടിൽ കൊണ്ടുവന്നിട്ട് നോക്കിയപ്പോഴാണ് ഈ 2 സാധനമില്ല. ഇനിയിപ്പോൾ അയാൾ ബില്ല് എഴുതിയിട്ടുണ്ടോ ഒന്നും നമുക്കറിയില്ലല്ലോ. എപ്പോഴും ഇങ്ങനത്തെ പറ്റാറുണ്ട് കേട്ടോ. മിക്കപ്പോഴും ആ കടയിൽ നിന്ന് ഇപ്പോൾ എന്ത് സാധനം വാങ്ങിയാലും എന്തെങ്കിലും ഒരെണ്ണം മിക്സിങ് ആയിരിക്കും. പിന്നെ രണ്ടാമത് ചെന്ന് വാങ്ങേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ. പിന്നെ അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു അച്ഛൻ വാങ്ങിക്കോളെ, വീടിൻ്റെ അടുത്തല്ല, അച്ഛൻ വരുമ്പോൾ കൊണ്ടുതരാമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ രാവിലെ തന്നെ അതായിട്ട് വന്നതാണ്. മോരെനിക്ക് അത്യാവശ്യമായിരുന്നു കേട്ടോ. ഇന്ന് ഞങ്ങൾ മോരുകറിയും ബീൻസ് തോരനും പിന്നെ ഞണ്ടുണ്ട് കുറച്ച്, അപ്പോൾ അതൊക്കെ തയ്യാറാക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ബീൻസിൻ്റെ നാരൊക്കെ ഞാൻ കളഞ്ഞു വെച്ചു. മോരുകറിക്കുള്ള കുമ്പളങ്ങ ചെറുതായിട്ട് അരിഞ്ഞത്, ഉപ്പും മഞ്ഞൾപ്പൊടിയും പച്ചമുളകൊക്കെ കീറിയിട്ട് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് വേവിക്കാനായിട്ട് വെച്ചു. മോരുകറിയിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാനായിട്ടാണ്. തേങ്ങയും മോരും പിന്നെ കുറച്ച് ഉലുവ, പിന്നെ 2-3 കറിവേപ്പില, 2 ചെറിയുള്ളി, 2 വെളുത്തുള്ളി അല്ലി, ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. മഞ്ഞൾപ്പൊടി, ഒരു നുള്ള് മഞ്ഞൾപ്പൊടി. ഓൾറെഡി നമ്മൾ കുമ്പളങ്ങി വേവിച്ചപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് അരപ്പിൽ ഒരു നുള്ള് ചേർത്താൽ മതിയാവും കേട്ടോ. അങ്ങനെ നന്നായിട്ട് അരച്ച് അരപ്പ് കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളവും കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തു കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ച് എടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കുറേ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചു ഒരുവിധം ഇതൊക്കെ തീർത്തിട്ട് പിന്നെ പാത്രം കഴുകാൻ നിൽക്കാം. പണികളൊക്കെ ഒരുവിധം തീർത്തിട്ട് പിന്നെയും പാത്രങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ എല്ലാം ഒരുമിച്ച് കഴുകാം. പാത്രം കഴുകലും ഇത് തീർക്കലും കൂടി ആയ രണ്ടും എങ്ങും എത്താത്ത പോലെ തോന്നും. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മോരുകറിയിലേക്ക് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച്, അപ്പോൾ എനിക്ക് ഉപ്പ് കുറവാണെന്ന് തോന്നി. നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തില്ല, അപ്പോൾ ഉപ്പ് കുറവാണെന്ന് തോന്നിയപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുക്കറിൽ ചോറ് വേവിക്കാനായിട്ട് വെച്ചിരുന്നു. അപ്പോൾ ചോറൊക്കെ പാകത്തിന് വെന്ത് ഇരിപ്പുണ്ട്, അതൊന്ന് ഊറ്റി വാർത്ത് വെക്കണം. അങ്ങനെ ആ ഒരു പണിയിലോട്ടൊക്കെ പോകട്ടോ. ഞാൻ അവിടെ നിന്ന് വാർത്ത് വെക്കാനുള്ള കലമൊക്കെ ഒന്ന് കഴുകി എടുക്കുകയാണ്. കുക്കറിൻ്റെ അടപ്പ് വിസിലടുപ്പിച്ചാണ് കേട്ടോ. ഒറ്റ വിസിലുകൊണ്ട് റെഡിയായി. പിന്നെ ഞാൻ മൂടി വെച്ചിട്ട് അങ്ങനെ പോയതായിരുന്നു കേട്ടോ. അപ്പോൾ ഒറ്റ വിസിലുകൊണ്ട് തന്നെ എല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു. ചോറൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു പാകത്തിന്. എന്നിട്ട് ഞാൻ മൂടിയൊക്കെ തുറന്ന് വിസിലൊക്കെ ഫുള്ള് പോയ ശേഷം മൂടിയൊക്കെ തുറന്ന് നോക്കിയപ്പോൾ ഓക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ വെച്ചതാണ്. എന്നിട്ടാണ് പിന്നെ വാർക്കാൻ, എനിക്ക് വേറെ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ തീർത്തിട്ട് വന്നിട്ടാണ് പിന്നെ വാർക്കാനായിട്ട് നിന്നത് കേട്ടോ. നമ്മൾ വിസിലൊക്കെ കളഞ്ഞിരിക്കുന്നതുകൊണ്ട് പിന്നെ വെന്തു പോകുന്നുള്ള ടെൻഷനൊന്നും വേണ്ട കേട്ടോ. ഇനിയിപ്പോൾ മോരുകറിയിലേക്കുള്ള താളിപ്പ് തയ്യാറാക്കുകയാണ്. അപ്പോൾ തീ ഞാൻ
പറ്റേ ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ടാണ് താളിപ്പ് തയ്യാറാക്കുന്നത് കേട്ടോ. എന്ന് വെച്ചാൽ നേരത്തെ നമുക്കൊരു പണി കിട്ടിയല്ലോ, അപ്പോൾ പിന്നെ കൂട്ടി വെക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ആദ്യം ഞാൻ കുറച്ചൊക്കെ വെച്ചു. പിന്നെ ഞാനൊരു ഇച്ചിരിയും കൂടെ കൂട്ടി വെച്ചു. കടുകിട്ട് കൊടുത്തപ്പോഴത്തേനും എനിക്കിങ്ങനെ ലാഗായിട്ട് ചെയ്യുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. കുക്കിംഗ് ആണെങ്കിലും എന്താണെങ്കിലും ഒക്കെ ലാഗായിട്ട് ഇങ്ങനെ ചെയ്യുന്നത് എനിക്ക് പെട്ടെന്ന് പണികളൊക്കെ തീർക്കണം. എന്നാൽ സമയം വേണ്ടതിന് സമയമെടുത്ത് വഴറ്റി അങ്ങനെയുമാണ് തയ്യാറാക്കാറുള്ളൂ കേട്ടോ. എന്നാലല്ലേ നമുക്ക് ടേസ്റ്റിൽ ഫുഡൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ. നമ്മളെ സവാള വഴണ്ടി വരുന്ന ആ ഒരു ഇതിലുണ്ട് നമുക്ക് കറിയുടെ ആ ഒരു ടേസ്റ്റ് കിട്ടാൻ. നന്നായിട്ട് മൊരിയേണ്ട കറികളൊക്കെ ആണെങ്കിൽ നമ്മൾ സവാള നന്നായിട്ട് മൊരിച്ച് തന്നെ എടുക്കണം, എന്നാലേ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. ചിലതിന് സവാള ജസ്റ്റ് വഴണ്ടി, ഇപ്പോൾ മുട്ട റോസ്റ്റിനൊക്കെ ആണെങ്കിൽ മൊരിയേണ്ട ആവശ്യമില്ല, സവാള ജസ്റ്റ് ഒന്ന് വഴണ്ടാൽ മതിയാവും. പക്ഷേ ചിക്കൻ റോസ്റ്റിനൊക്കെ ആണെങ്കിൽ നന്നായിട്ട് മൊരിഞ്ഞിട്ട് നമ്മൾ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കി നോക്കുക, അടിപൊളിയായിരിക്കും കേട്ടോ. അങ്ങനെ താളിച്ചൊഴിക്കുന്നുണ്ട്. താളിച്ചൊഴിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ കടുകൊക്കെ പൊടിച്ച് വറ്റൽമുളകൊക്കെ ഇട്ട് പൊട്ടിച്ച് വേപ്പിലൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി അത് ചേർത്തിട്ട് ഒന്ന് താളിച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. മോരുകറിയിലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ആദ്യമൊന്നും അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നില്ല, ഇപ്പം ഞാൻ ചെയ്യാറുണ്ട്. എനിക്കത് ഒരു പ്രാവശ്യം ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, അപ്പോൾ ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ ചീനച്ചട്ടി വെച്ചു, ബീൻസ് തോരൻ ഉണ്ടാക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ഈ പണികളൊക്കെയാണ്. ബീൻസ് തോരൻ്റെ പണികളും തേങ്ങ ചിരകലും അങ്ങനത്തെ കുറച്ച് പണികളൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ കടുക് പൊട്ടിച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ അരപ്പൊക്കെ കൂട്ടി റെഡിയാക്കി വെച്ച ബീൻസിനെ അതിലേക്ക് ഇട്ട് കൊടുത്തു. ബീൻസ് വേവിച്ചിട്ടില്ല കേട്ടോ, പച്ച ബീൻസിലേക്ക് കഴുകി വൃത്തിയാക്കിയ ബീൻസിലേക്ക് നമ്മളെ തോരനൊക്കെ ഒതുക്കുന്ന പോലെ തേങ്ങ ഒതുക്കില്ല, ഉള്ളിയും വെളുത്തുള്ളിയും പിന്നെ ചെറിയ ജീരകം ചതച്ചതും കുറച്ച് മഞ്ഞൾപ്പൊടിയും പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് തേങ്ങ ഒതുക്കിയെടുക്കൂലേ, എന്നിട്ട് പിന്നെ ബീൻസിലേക്ക് തിരുമ്മി പിടിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതാകുമ്പോൾ കടുക് പൊടിച്ച് നമുക്ക് പെട്ടെന്ന് ഇട്ട് കൊടുത്താൽ മതിയല്ലോ. അങ്ങനെയൊക്കെ റെഡിയാക്കി വെച്ചു. പിന്നെ ഒരു ലോഡ് പാത്രങ്ങൾ രാവിലെ മുതലുള്ളതുണ്ട് കേട്ടോ, അതൊക്കെ വേഗം ഒന്ന് കഴുകിയെടുത്ത് വെച്ചു. പിന്നെ കുരുമുളക് പൊടി വാങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ, കുരുമുളക് തീർന്നിരിക്കുകയായിരുന്നു. അപ്പോൾ അതൊക്കെ പാത്രത്തിലേക്ക് കുപ്പിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്, പകർത്തി വയ്ക്കുകയാണ്. എനിക്കിങ്ങനെ പകർത്തി വയ്ക്കുന്ന പരിപാടികൾ എനിക്ക് പൊതുവേ ഇഷ്ടമല്ല കേട്ടോ. ഇപ്പോൾ വെളിച്ചെണ്ണ ആണെങ്കിലും എന്താണെങ്കിലും ഇങ്ങനെ പകർത്തി എടുക്കുന്ന പണി എനിക്ക് പൊതുവേ ഇഷ്ടമല്ലാത്തൊരു പണിയാണ്. ആരെങ്കിലും പകർത്തി തന്നാൽ അത്രയും സന്തോഷം എന്ന് പറഞ്ഞു നടക്കുന്ന ഒരാളാണ് ഞാൻ. അതിനിങ്ങനെ ക്ഷമയോടുകൂടി ഇങ്ങനെ താഴെ പോവാതെ പയ്യെ വെളിച്ചെണ്ണയൊക്കെ പകർത്തുമ്പോഴാണ് ഏറ്റവും പണി കേട്ടോ. ഇങ്ങനെ താഴെ പോവാതെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണ്ടേ, അതെനിക്കിഷ്ടമല്ല, എനിക്ക് ക്ഷമയില്ല ഗൈസ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഷാനൂട്ടനുള്ള നാരങ്ങ വെള്ളമൊക്കെ റെഡിയാക്കി. ഷാനൂട്ടന് നാരങ്ങ വെള്ളം ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ ഞാൻ കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളത്തിൽ കുറച്ച് നാരങ്ങയും പിഴിഞ്ഞതും പിന്നെ പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് ഒരു കുഞ്ഞു പാത്രത്തിൽ നിങ്ങൾ കണ്ടില്ലേ, അവനുള്ളത് മാത്രം റെഡിയാക്കിയിട്ട് അവന് കൊടുത്തതാണ്. അങ്ങനെ ബീൻസ് തോരനൊക്കെ റെഡി ആയിട്ടുണ്ട്, ആവിയൊക്കെ കയറി സെറ്റായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു പാത്രത്തിലേക്ക് പകർത്തി വയ്ക്കുകയാണ് കേട്ടോ. വലിയ ചട്ടിയിൽ ഇങ്ങനെ വെച്ചിരുന്നാൽ സ്ഥലം മെനക്കേടാണ്, അപ്പോൾ ഞാൻ ആവുന്നത് ഇതേപോലെ ചെറിയ പാത്രത്തിലേക്ക് ആക്കി വയ്ക്കും, അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ എന്നോർത്തിട്ട് അങ്ങനെ ചെയ്യാറാണ്. എന്ത് കറി ഉണ്ടാക്കിയാലും അങ്ങനെ. പിന്നെ മോരുകറി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അതിൽ തന്നെ വയ്ക്കാറുള്ളൂ കേട്ടോ, പകർത്തി വയ്ക്കാറില്ല. കറി ഐറ്റംസൊക്കെ കൂടുതലും ഇതേപോലെ ഉപ്പേരി തോരൻ അങ്ങനത്തെയൊക്കെ ഞാൻ പകർത്തി വയ്ക്കാറുണ്ട്. പിന്നെ നമുക്ക് ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. എൻ്റെ രീതിയിലുള്ള ഞണ്ട് റോസ്റ്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു റെസിപ്പിയാണ്. അതുപോലെ തന്നെ ഞണ്ട് ഞങ്ങൾ ഉലർത്താറുമുണ്ട്, അതും എനിക്ക് ഭയങ്കര ഇഷ്ടം. അത് എൻ്റെ അമ്മയുടെ റെസിപ്പിയാണ് കേട്ടോ, പക്ഷേ ഇത് എൻ്റെ റെസിപ്പിയാണ്, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ പാൻ വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞണ്ട് എന്ന് പറയാനായിട്ട് ഞാൻ മീൻകാരൻ വന്നപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ 100 രൂപയ്ക്ക് ഞണ്ട് വാങ്ങിയതൊക്കെ. അപ്പോൾ അത് എടുത്ത് വെച്ചിരുന്നതാണ് കേട്ടോ, ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു നന്നാക്കിയിട്ട്. എന്നിട്ട് എല്ലാം ക്ലീനൊക്കെ ആക്കിയിട്ട് വെച്ചതാണ്. അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാമല്ലോ എന്ന് ഓർത്തിട്ട് തലേന്ന് ഞാൻ ക്ലീനൊക്കെ ചെയ്ത് വെച്ചതാണ്. പിന്നെന്താ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ മൂത്ത് വന്നപ്പോൾ അതിലേക്ക് 2 സവാള നീളത്തിലരിഞ്ഞതും 2 പച്ചമുളക് കീറിയതും കറിവേപ്പില ഇത്രയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. സവാളയൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ ഉടച്ചുടച്ച് കൊടുക്കാം, ഉടച്ചുടച്ചല്ല ഇങ്ങനെ വിട്ട് വരുന്ന രീതിയിൽ നമുക്ക് കൊടുക്കാം കേട്ടോ. പിന്നെ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്.
ഉപ്പൊക്കെ പിന്നെ നമ്മൾ അളവ് പറയണ്ടല്ലോ, നമുക്കറിയാമല്ലോ, ഓരോരുത്തരുടെ ടേസ്റ്റിനൊക്കെ അനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇവിടെ ഏട്ടന് ഉപ്പ് മുന്നിൽ നിൽക്കുന്നതാണ് കേട്ടോ. എല്ലാ കറികളിലും ഉപ്പ് കുറച്ച് അത്യാവശ്യം വേണം, കൂടി പോകാനും പാടില്ല. ഏട്ടൻ ഇപ്പം എൻ്റെ അമ്മയുടെയൊക്കെ ഇതിൽ അത് കൂടുതലായിരിക്കും കേട്ടോ. എൻ്റെ വീട്ടിലത്തെ ടേസ്റ്റും ഏട്ടൻ്റെ ടേസ്റ്റും രണ്ടും ഡിഫറെൻ്റാണ്. വീട്ടിൽ ഉപ്പ് കുറവാണ്, ഏട്ടന് നല്ല ഉപ്പുമാണ്. ഞാൻ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലും പെട്ട് നിൽക്കുന്ന ഒരാളാണ് കേട്ടോ. വീട്ടിൽ പോയാൽ അച്ഛനമ്മയ്ക്ക് ഉപ്പ് കൂടിയത് പറ്റില്ല, ഏട്ടന് ഉപ്പ് കുറഞ്ഞാലും പറ്റില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. പിന്നെ മീഡിയം അതിലങ്ങോട്ട് ഇട്ട് കൊടുക്കും. അങ്ങനെ ഇതാ പണികളൊക്കെ ഒരുവിധമൊക്കെ തീർത്തു. ഞണ്ട് റോസ്റ്റൊക്കെ റെഡിയാക്കുന്നുണ്ട് അവിടെ ഇരുന്നിട്ട്. പിന്നെ ഞാൻ നേരെ ഇങ്ങോട്ടേക്ക് വന്നപ്പോഴേക്കും ഏട്ടനും അച്ഛനും മോനും കൂടി ഭയങ്കര പണിയിലാണ് കേട്ടോ. ഏട്ടൻ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ക്ലീനിങ് ചെയ്ത് എന്നെ ഹെൽപ്പ് ചെയ്യുകയാണ് ആൾ. അപ്പോൾ ഞാൻ റൂമിൽ ബെഡൊക്കെ ഒന്ന് കുടഞ്ഞ് വിരിക്കാനായിട്ട് പോയിട്ടോ, ഏട്ടനെ ഹെൽപ്പാക്കാനായിട്ട് പോയി. സവാള വഴണ്ടുന്ന ആ ഒരു സമയം ഉണ്ടല്ലോ നമുക്ക്, അപ്പോൾ അതൊക്കെ ചെയ്ത് കൊടുത്തു. പിന്നെ ഇതാ വീണ്ടും അടുക്കളയിലേക്ക് വന്ന് നോക്കിയപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. മൂടി വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യാട്ടെ, തക്കാളിയൊക്കെ ഒന്ന് കുക്കായിട്ട് വരണം. അങ്ങനെ ഇതാ നമ്മുടെ തക്കാളിയൊക്കെ ഇവിടെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ഞാൻ ചേർത്തത് മഞ്ഞൾപ്പൊടിയാണ്, ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി. പിന്നെ ഇതാ ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ 1.5 അത്രയും ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്തു. ഇതെൻ്റെ അമ്മ പൊടിപ്പിച്ച് തന്ന മല്ലിപ്പൊടിയാണ്, വീട്ടിൽ തന്നെ പൊടിപ്പിച്ച മല്ലിപ്പൊടിയാണ്, മില്ലിൽ കൊണ്ടുപോയിട്ട് പൊടിപ്പിച്ച മല്ലിപ്പൊടിയാണ്. അപ്പോൾ അത് 1.5 ടീസ്പൂൺ ഇട്ട് കൊടുത്തു. ഗരം മസാല ഇട്ട് കൊടുത്തു, മുളക് പൊടി ചേർത്ത് കൊടുത്തു, കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തു. ഇത്രയാണ് കേട്ടോ ഞാൻ പൊടികളായിട്ട് ചേർത്തത്. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഞണ്ട് റോസ്റ്റാണ് കേട്ടോ. ശരിക്കും ഈ ഒരു കറി മാത്രം മതി. നമ്മൾ എപ്പോഴും കാരണന്മാർ പറയുന്ന പോലെ ഞണ്ട് കറി ഉണ്ടെങ്കിൽ 2 കറി വേണ്ട എന്നാണല്ലോ ഒരു ചൊല്ല്. അപ്പോൾ ആ ഒരു ഇതൊക്കെ എനിക്ക് ഓർമ്മ വരായിരുന്നു കേട്ടോ ഞാൻ ഫുഡ് കഴിച്ചപ്പോൾ. എന്ന് വെച്ചാൽ ഞാൻ ഞണ്ട് കറി മാത്രം കൂട്ടിയിട്ട് ഇങ്ങനെ ആസ്വദിച്ചാണ് കഴിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. ബീൻസ് തോരനും മോരുകറി അതും ഇതൊക്കെ ഉണ്ടായിരുന്നു, എന്നാൽ പോലും ഞാൻ ഞണ്ട് കറി കൂട്ടി ഇങ്ങനെ അത് മാത്രം ഇങ്ങനെ ചോറിലിങ്ങനെ കുഴച്ചിങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അപ്പോൾ എന്തായാലും മസ്റ്റ് ട്രൈ റെസിപ്പി തന്നെയാണ്. നിങ്ങൾ ഞണ്ട് കിട്ടുമ്പോൾ എന്തായാലും എൻ്റെ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ എന്നെ അറിയിക്കണം കേട്ടോ. അങ്ങനെ ആ പൊടികളൊക്കെ നന്നായിട്ട് ഒരു 2 മിനിറ്റ് നേരമെങ്കിലും നിങ്ങൾ സമയമെടുത്ത് പൊടികൾ മൂപ്പിക്കണം. പൊടികൾ നന്നായിട്ട് മൂത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കറിക്ക് യഥാർത്ഥ ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല, ഒരു കുത്തലായിരിക്കും പൊടികളുടെ. അപ്പോൾ നന്നായിട്ട് മൂപ്പിച്ച ശേഷം മാത്രം ലോ ഫ്ലെയിമിലിട്ട് വേണം മൂപ്പിക്കാൻ കേട്ടോ, അല്ലെങ്കിൽ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോയാലും ഈ പറഞ്ഞ ടേസ്റ്റൊന്നും കിട്ടില്ല കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് മൂപ്പിച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ വൃത്തിയാക്കി വെച്ച ഞണ്ട് കുറച്ച് വെള്ളത്തോടു കൂടി തന്നെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആ വെള്ളത്തിൽ കിടന്ന് ഞണ്ട് കുക്കാവുകയും വേണം, വറ്റി ഗ്രേവി പോലെ ആവുകയും വേണം കേട്ടോ, റോസ്റ്റ് പോലെ. അതിൻ്റെ ഇടയിൽ ഞാൻ പോയി അടിച്ചൊക്കെ വാരിയിട്ട് കൊടുത്തു. ഏട്ടൻ മാറാലേക്ക് പൊടിയൊക്കെ തട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊന്ന് അടിച്ചു വാരിയിട്ട് കൊടുത്തു. എന്നോട് പറഞ്ഞ് അടിച്ചു വാരി തന്നാൽ മതി, ഏട്ടൻ തുടച്ചോളാന്ന് പറഞ്ഞിട്ട് എല്ലാടും. അപ്പോൾ ഞാൻ വേഗം അടിച്ചു വാരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഏട്ടൻ ഇവിടെ തുടക്കുന്ന പരിപാടിയിലൊക്കെയാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ ഷാനൂട്ടിനെ ഉറക്കി കിടത്തിയിട്ടുണ്ട്. നമ്മുടെ ഞണ്ട് റോസ്റ്റൊക്കെ റെഡിയായി. ഞണ്ട് റോസ്റ്റിന് പ്രത്യേകിച്ചൊന്നുമില്ല, അത് വെള്ളത്തിൽ കിടന്ന് വെന്ത് വരാം, വറ്റി വെച്ച് വരട്ടി എടുക്കുക, കുറച്ച് കറിവേപ്പില ഇറക്കാൻ നേരത്ത് തൂക്കി കൊടുക്കുക, അത്രേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്, എന്നാൽ വളരെ ടേസ്റ്റിയുമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ആസ്വദിച്ച് ചോറൊക്കെ കഴിച്ചു. ഷാനൂട്ടന് ഫുഡൊക്കെ കൊടുത്തിട്ടാണ് കേട്ടോ ഉറക്കാൻ കിടത്തിയത്. ഇനി കൊച്ചിന് മാത്രം ഒന്നും കൊടുത്തില്ല എന്ന് ആരും പറയണ്ട, ഫുഡൊക്കെ കഴിപ്പിച്ച് വയറൊക്കെ നിറച്ചിട്ടാണ് അവൻ ഉറക്കിയത്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ച് ഏട്ടൻ കിടന്നുറങ്ങി. അപ്പോൾ അതിൻ്റെ ഇടയിൽ ബയ്യ വന്നിരുന്നു. ബയ്യ ലഡുവൊക്കെ കൊണ്ട് തന്നു, അതൊക്കെ ഇരുന്ന് കഴിച്ചു ഞാൻ. പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഷാനൂട്ടിനുള്ള കുറുക്കൊക്കെ റെഡിയാക്കി, ഷാനൂട്ടിന് കുറുക്കൊക്കെ കൊടുത്തു. അലക്കിയിട്ട തുണിയൊക്കെ കൊണ്ടുവന്ന് മടക്കി എടുത്ത് വെച്ചു. പിന്നെ ആളിതാ കട്ടിൽമേരുന്ന് കളിയാണ് കേട്ടോ. സന്തോഷായി. അപ്പിട്ടിക്കണാ വീട്ടിൽ കുളിക്കാം നമുക്കെന്നാ. അപ്പൊ അപ്പടാൻ വീട്ടിൽ പോവാ, അമ്മമ്മേനെ കാണണം വാ. അയ്യോ സന്തോഷം.
ഇന്നൊരു വീട്ടിൽ നിന്നാണ് പോണത്. അങ്ങനെ ഇതാ പണികളൊക്കെ ഒരുവിധം തീർത്തിട്ട് ഞങ്ങൾ എൻ്റെ വീട്ടിലേക്ക് പോകാണ്ട് വിളക്കൊക്കെ കത്തിച്ച് നാമമൊക്കെ ചൊല്ലി സന്ധ്യ കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ വീട്ടിലേക്ക് ഇറങ്ങിയത്. അപ്പോൾ വീട്ടിൽ വന്നപ്പോൾ അമ്മ ഇതാ നാമം ജപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഷാനൂട്ടൻ അകത്തോട്ട് കയറിപ്പോയി അപ്പാപ്പനെ അന്വേഷിച്ച് അടുക്കളയിലൊക്കെ നടക്കുകയാണ് ആള്. ഷാനൂട്ടൻ അപ്പാപ്പനെ അന്വേഷിച്ച് ഇങ്ങനെ നടക്കാണ് കേട്ടോ. എവിടെ അപ്പാപ്പനെ കാണുന്നില്ല. ഇവിടെ വരുന്നതേ അപ്പാപ്പാന്ന് വിളിച്ചുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ അവൻ്റെ കളിപ്പാട്ടങ്ങളെടുത്ത് ഓരോ കളിയൊക്കെ തുടങ്ങി. പിന്നെ അപ്പു വന്നിരുന്നു, ഏട്ടൻ അപ്പുവൊക്കെ ആയിട്ട് സംസാരിച്ചിരിക്കുകയായിരുന്നു. പിന്നെ ഞങ്ങൾ വന്നപ്പോൾ ബീഫൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ ഞാൻ ബീഫ് കറി വെക്കാനുള്ളൊരു പണിയിലാണ്. അമ്മ ദാ ചായക്ക് ബൂസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ മുളക് വെച്ച് ഉണ്ടായിരുന്നു, അതൊക്കെ ചൂടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ബിസ്ക്കറ്റും അതും ബേക്കറി ഐറ്റംസൊക്കെ ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ചായ കുടിക്കാനായിട്ട്. അങ്ങനെ ഞാൻ ദാ ബീഫ് കറി വെക്കാനുള്ള പരിപാടിയിലാണ്. ബീഫൊക്കെ കഴുകി വൃത്തിയാക്കി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പച്ചമുളക് ചതച്ചതും ഒക്കെ ചേർത്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അതൊന്ന് വേവിക്കാനായിട്ട് വെച്ചു. പിന്നെ ഇതാ ചായ കുടിച്ചു. ഞാൻ പുട്ടും മീൻ കറിയും കഴിച്ചായിരുന്നു കേട്ടോ. ഏട്ടന് ഇതാ ബീഫ് കറി ആക്കിയിട്ട് രാത്രി ആയിട്ട് ഇപ്പോൾ 9 മണിയൊക്കെ ആവാനായി. അപ്പോൾ ഏട്ടന് ചപ്പാത്തിയും ബീഫ് കറിയൊക്കെ ആയിട്ട് കൊടുത്തു. ഷാനൂട്ടന് ഇതാ അമ്മ കഞ്ഞിയൊക്കെ കൊടുത്തിട്ട് കുളിപ്പിക്കാനായിട്ട് കയറ്റാണ്. ഇവിടെ വന്നാൽ അമ്മാമ്മയുടെ ഡ്യൂട്ടിയാണ് കേട്ടോ ഷാനൂട്ടിനെ കുളിപ്പിക്കലൊക്കെ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ പോവാനായിട്ട് ഇറങ്ങി. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഞങ്ങൾ താമസിക്കുന്നിടത്തേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.